ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പം നവംബറിലാണ് നട്ടത്. നവംബർ ഒരു 15 കഴിഞ്ഞിട്ടാണ് നട്ടത്. അപ്പം അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. നിങ്ങളുടെയും കൂടെയൊക്കെ അറിവുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഞാൻ ചെയ്തേക്കുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ പറയണം. പിന്നെ അപ്പം നമുക്ക് ആ ഡ്രാഗൺ കൃഷിയിലോട്ടൊന്ന് പോകാം. എന്താ ആദ്യം അത് കാണാം നമുക്ക്. ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിവിടെ നട്ടിരിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ മതിലിൻ്റെ അരികിലാണ്. മതിലിൻ്റെ അരികിലെന്ന് വെച്ചാൽ മതിലിൻ്റെ അരികിൽ നിന്ന് ഒരു 2 മീറ്റർ 1.25-2 മീറ്ററോളം മാറ്റിയാണ് നട്ടിരിക്കുന്നത്. നമ്മുടെ PVC പൈപ്പിന് 2.5 മീറ്റർ നീളമാണ് ഉള്ളത്. അപ്പം അതിൻ്റെ മുകളിൽ ടയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 2 അടിയോളം താഴ്ചയാണ് നമ്മൾ താഴോട്ട് കുഴിച്ചിട്ടിരിക്കുന്നത്. കോൺക്രീറ്റ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. കുറേ പേരൊക്കെ നമ്മുടെ തൂണിനകത്താണ് സിമെൻറ്റ് തൂണിനകത്ത് കുഴിച്ചിട്ടേക്കുന്നതുണ്ട്. PVC പൈപ്പിനകത്തും കുഴിച്ചിട്ടേക്കുന്നത് കാണാറുണ്ട്. അപ്പം നമ്മളെന്തായാലും PVC പൈപ്പാണ് എടുത്തത്. അപ്പം അതിന് ചുറ്റും നമ്മൾ 4 തൈ വീതമാണ് നട്ടിരിക്കുന്നത്. ഈ തൈ നട്ടിരിക്കുന്ന കാര്യം പറഞ്ഞാൽ ഇതൊരു പണ കോരിയാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. മഴവെള്ളം ഒന്നും കെട്ടിക്കിടക്കാത്ത രീതിയിൽ വേണം ഇത് നടാനും. മഴവെള്ളം കെട്ടിക്കിടന്നാൽ ചീഞ്ഞു പോകാനും അതുപോലെ കാപിടുത്തമൊക്കെ ഉണ്ടാകാനും ഒക്കെ ലേറ്റാവുമെന്നും കൂടെ കേട്ടിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ ആ തറയെല്ലാം കിളച്ച് ഒരുക്കിയതിന് ശേഷം ആണ് നമ്മൾ ഈ ഡ്രാഗൺ നട്ടത്. ഡ്രാഗൺ നടുമ്പോൾ അതിനകത്ത് വേപ്പിൻ പിണ്ണാക്കും ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ചേർത്തിട്ടാണ് നട്ടത്. അപ്പോൾ ഇത് ഇപ്പം എത്രയാണ് ഒരു 3 ആഴ്ച ഒക്കെ കഴിഞ്ഞ് നവംബർ പകുതി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ നട്ടത്. പിന്നെ എന്തായാലും അവിടെ എല്ലാം പുല്ലൊക്കെ കയറി നിമിഷ നേരം കൊണ്ടാണ് പുല്ലൊക്കെ കയറുന്നത്. അപ്പം ഞങ്ങൾ കരുതി കുറച്ച് അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് വളവും കൂടെ ഒക്കെ ചേർക്കാമെന്ന് കരുതി ഞങ്ങളിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ചുവടൊക്കെ ഞാൻ തന്നെ ആണ്ട് കുറേശ്ശെ ഓരോ ദിവസം വന്ന് കുറേശ്ശെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതുവരെ വളമൊന്നും ഇട്ടിട്ടില്ല. ചുവടൊക്കെ ഇങ്ങനെ ഇളക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ചുവട് ഇളക്കുന്ന നമുക്കൊന്ന് കാണാം. എന്താ ഇപ്പം നമ്മളിവിടെ ആളിനെ നിർത്തി ഇത് ഫുള്ള് ചെയ്യിക്കുമായിരുന്നേ. അപ്പോൾ അവർ നല്ല വൃത്തിക്കൊക്കെ ചെയ്ത് തന്നിട്ട് പോയി. അപ്പം നട്ടപ്പോഴും അവർ കുറേ ഇവിടെ ചീനിയൊക്കെ പറിക്കുന്ന സമയമായിരുന്നു. ചീനിയിലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കൊന്നയില ഉണ്ടല്ലോ, ശീമക്കൊന്നയുടെ ഇല ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ. ഡ്രാഗൺ ഫ്രൂട്ടിനല്ല, എല്ലാത്തിനും ശീമക്കൊന്നയുടെ ഇല ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ കമ്പൊക്കെ ചീനിക്കമ്പൊക്കെ കിടന്നങ്ങ് ഉണങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ആ തടം ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കണം. അപ്പം ഞങ്ങളുടെ പണിയെന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരു മണിക്കൂർ വന്നിട്ട് നമ്മുടെ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പണി ചെയ്യും. അപ്പം കുറേശ്ശെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എക്സർസൈസും ആകും. നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ നമ്മുടെ കൃഷിയും നന്നായി കിടക്കും. അപ്പം ഇങ്ങനെ 4 ചുറ്റുമുള്ള കിളച്ചിട്ട് ആ പുല്ലുകളെല്ലാം അങ്ങ് പറക്കി മാറ്റാം. ഇതിന് കളയൊക്കെ കയറിയുണ്ടല്ലോ, ഇതിന് കൊടുക്കുന്ന വളമെല്ലാം അവരങ്ങ് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ 4 ചുറ്റും നമുക്കൊന്ന് കിളച്ചിട്ട് കാണിക്കാം. അപ്പോൾ 4 വശവും നമ്മൾ കൊത്തി ഇളക്കിയിട്ടു. ഇനി നമ്മൾ വളമിടാനായിട്ട് ഇച്ചിരി മണ്ണ് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി ഇതുണ്ടോ ഇങ്ങനെ അങ്ങോട്ട് ഒരു ചാലുണ്ടാക്കി കൊടുക്കാം. ഞാൻ എൻ്റെ ഐഡിയയിൽ അങ്ങ് ചെയ്യുന്നതാണിത്. ഇതായിരിക്കും നല്ലതെന്ന് തോന്നി. ഇനിയാണ് ഇതിനകത്തോട്ട് ഞാൻ വളമിടാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ അങ്ങോട്ട് നല്ലൊരു തടമാക്കി അങ്ങ് വെച്ചു. അപ്പം ഇതിന് ചുറ്റും നല്ലതുപോലെ നമ്മൾ തടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. തടമൊക്കെ ഒരുക്കിയതിന് ശേഷം നമ്മൾ വളം ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ ചുവട്ടിലോട്ട് കൊടുക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം കുറച്ച് ദൂരം മാറ്റിയാണ് നമ്മളിങ്ങനെ ചാലെടുത്തിരിക്കുന്നത്. ആ ചാലിലോട്ട് കുറച്ച് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് പച്ചയ്ക്കുള്ളത് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടേത് ഒന്ന് വാടിയ ചാണകമാണ് കേട്ടോ. നമ്മളിവിടെ വരുത്തിച്ച ചാണകമാണ്. അപ്പോൾ അതിൻ്റെ വക്കയിലോട്ട് നമുക്ക് ചാണകം ഇട്ട് കൊടുക്കാം. ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചാണകം ഇല്ലാണ്ട് ആട്ടും കാഷ്ടമോ അതുപോലെ കമ്പോസ്റ്റോ സമ്പുഷ്ടീകരിച്ച് നമ്മുടെ കോഴിവളം എന്ന് വെച്ചാൽ പച്ചയ്ക്കുള്ള ഒന്നും ഇട്ട് കൊടുക്കരുത്. അന്നുള്ള കോഴിവളം ഇട്ട് കൊടുത്താൽ ഡ്രാഗണൊക്കെ ഉണങ്ങിപ്പോകത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനും അങ്ങോട്ട് ചാണകം ഇട്ട് കൊടുക്കാം.
ഇനി അടുത്തെന്ന് പറഞ്ഞാൽ സൂപ്പർ മീൽ എന്ന് പറഞ്ഞ വളമാണ്. ഞാനിപ്പോൾ ലൂസായിട്ട് മേടിച്ചതാണ്. ഇത് സൂപ്പർ മീൽ ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലുപൊടി കിട്ടുമെന്നുണ്ടെങ്കിൽ എല്ലുപൊടി ഇട്ട് കൊടുക്കാം. ഇത് സൂപ്പർ മീൽ എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും വേപ്പിൻ എല്ലാം കൂടെ ചേർന്നൊരു വളം. അപ്പോൾ അതും ഒരു 2 കൈപ്പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലോട്ട് കുറച്ച് കൊന്നയിലയും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ശീമക്കൊന്നയുടെ ഇല. ശീമക്കൊന്നയുടെ ഇലയും അത് അതിൻ്റെ അകത്തോട്ടൊക്കെ അങ്ങ് വീണാലും കുഴപ്പമില്ല. അകത്തോട്ടെന്ന് വെച്ചാൽ നമ്മുടെ ചെടിയുടെ ചുറ്റിനും ഇങ്ങനെ അങ്ങോട്ട് കിടന്നാൽ നല്ല തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പുമാണ്, നല്ല വളവുമാണ്. ഉണ്ടല്ലോ, ഇത്രയും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇനി അതിനെ നമുക്ക് മണ്ണ് ചെറുതായിട്ട് അടുപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് മണ്ണടുപ്പിച്ച് ഇനി ആഴ്ച 2 പ്രാവശ്യം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അഥവാ ഉണക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ച 3 ദിവസമൊക്കെ കൊടുക്കാം. അപ്പം കണ്ടോ, ഞാൻ കൊടുത്തേക്കുന്ന വളപ്രയോഗം ഇങ്ങനെയാണ്. അപ്പം ആവശ്യത്തിന് ഇലയും അതിൻ്റെ മൂട്ടിൽ നിൽപ്പുണ്ട്. നമ്മൾ ഒഴിക്കുന്ന വെള്ളമൊക്കെ അതിന് തണുപ്പ് കിട്ടത്തക്ക രീതിയിൽ അങ്ങനെ കിടന്നോളും. അപ്പോൾ ഇനി മറ്റുള്ളതിനും ഇതേപോലെ വളം കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ നട്ടതിന് ശേഷം തളിർപ്പുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പം ഒരു 2 ആഴ്ചയോളം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എത്ര നാളെടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയണം കേട്ടോ. ഇതൊക്കെ കുഴിച്ചിട്ടതിന് ശേഷം അതിൻ്റെ ഒരു കിളിക്കുന്നതൊക്കെ കണ്ടാലും നമുക്കൊരു സമാധാനമുള്ളൂ. വള്ളിക്ക് ഇച്ചിരി നീളം കുറഞ്ഞു പോയി. കൊച്ചുകൂടെ ഒരു വലിയ വള്ളി വെച്ചിട്ട് ഇതിൻ്റെ ഓരോ കൊമ്പുകൾ വരുന്നതിനനുസരിച്ച് നമ്മൾ ഇതിനകത്തോട്ട് കെട്ടിക്കൊടുത്താൽ മതി. ഇപ്പം എങ്കിൽ ഒന്നുകൂടെ വളർന്നതിന് ശേഷം നമുക്ക് കയറൊക്കെ കെട്ടാം. അപ്പം ഇങ്ങനെയുള്ള ഒരു സോക്കേഡ് നമ്മുടെ ഡ്രാഗൺ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് നമ്മൾ നട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു പഴുപ്പ്, നമ്മുടെ ഏത്തയ്ക്ക പഴുക്കുന്ന മാതിരി ഇരുന്ന് ഇങ്ങനെ പഴുക്കും. കണ്ടോ സംഭവം? ഇത് ഒരുപാട് അങ്ങ് താന്നു പോയി അവർ നട്ടേക്കുന്നത്. അത്രയൊന്നും താഴണ്ട. ഇത് നമ്മൾ ഇങ്ങനെ ഒന്ന് ചരിച്ച് ഇത് തന്നെ വേണമെങ്കിൽ നടാം. അതല്ല നമ്മുടെ കയ്യിൽ അല്ലാതെ കുറച്ച് തണ്ട് ഇരിപ്പുണ്ട്, അതെടുത്തുകൊണ്ട് വന്ന് നമുക്ക് നടാം. ഇതിനിപ്പം പോട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്ന് കിളച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളെടുത്തിരിക്കുന്നതായ തയ്യിന് ദാണ്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ഈ നിരന്നൊരു ഭാഗമുണ്ട്, അല്ലാതെ ഇവിടെ ഇങ്ങനെ മുള്ളുള്ള ഭാഗമല്ല വെക്കുന്നത്. ഈ നിരന്ന ഭാഗം നമ്മൾ നമ്മുടെ ഈ പൈപ്പിനകത്തോട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെയാണിത് വെക്കുന്നത്. ഓക്കെ, അങ്ങനെ അങ്ങ് നടുക. ഒരുപാട് അങ്ങ് താഴ്ചയൊന്നും വേണ്ട കേട്ടോ, കുറച്ച് താഴ്ച മതി അത് വെക്കുന്നതിന്. നമുക്ക് മറ്റുള്ളതിനെല്ലാം വളമിടാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ഞാൻ എല്ലാത്തിനും ഇതേപോലെ തടം തുറന്ന് വെച്ചിരിക്കുകയാണ്. ചുറ്റിനും കിളച്ചിട്ട് എല്ലാത്തിനും ഇങ്ങനെ ചാല് കെട്ടിയിട്ട് അതിനകത്ത് ഇങ്ങനെ വളമിടാനായിട്ട് ഓരോ നേരവും വന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ വന്നിട്ട് കുറേശ്ശെ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പം ഇതിന് അങ്ങോട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം. എല്ലാത്തിനും ഇതേപോലെ വളം ഇടണം കേട്ടോ. ഇടുമ്പം നമ്മളെല്ലാം ഒരേ രീതിയിൽ അങ്ങ് ചെയ്യുകയെന്നുണ്ടെങ്കിലേ, ഇപ്പോൾ ഇതിനകത്ത് എന്തോ കെട്ടി വെച്ചേക്കുന്നത് നിങ്ങൾ ചോദിച്ചേക്കാം. അത് ചൂട് തട്ടാതിരിക്കാനായിട്ട് വാഴയില വെച്ച് കെട്ടി വെച്ചിരിക്കുക. വാഴക്കൈയില്ലേ. ഇപ്പം നമ്മൾ വളം കൊടുത്തതിന് ശേഷം ഇനി എത്ര നാൾ കഴിഞ്ഞാണ് ഇനി അടുത്ത വളം കൊടുക്കേണ്ടതെന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. അപ്പം നല്ലതുപോലെ അങ്ങോട്ട് സൂപ്പർ മീലും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഈ വളപ്രയോഗം നടത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഇനി 1 മാസം കഴിഞ്ഞിട്ടൊക്കെ മതിയെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. നമ്മുടെ കുറച്ച് ശീമക്കൊന്ന ഇല കിട്ടാത്തവർക്ക് നമ്മുടെ പറമ്പിൽ വേറെ എന്തെങ്കിലും ഇലവർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇടാൻ കേട്ടോ. ഒരു കൊച്ചു ശീമക്കൊന്നയൊക്കെ പിടിപ്പിക്കുന്നത് നല്ലതാണ്, നമ്മുടെ എല്ലാ പച്ചക്കറികൾക്കും ഒക്കെ നല്ലതാണ്. ഇതിന് മണ്ണടിപ്പിച്ച് കൊടുക്കാം.
അപ്പോൾ എല്ലാത്തിനും ഉണ്ടല്ലോ ഇതേപോലെ അങ്ങോട്ട് മണ്ണടുപ്പിച്ച് അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പം ഞാൻ ചെയ്യുന്നതും ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ഈ രീതിയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും തെറ്റോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഫേസ്ബുക്കിലെ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.